ഓണറേറിയം വർധന ആവശ്യപ്പെട്ട ആശാപ്രവർത്തകർ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടക്കുന്നുവെന്ന് നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ 3 ആശാപ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഡൽഹി സന്ദർശനം ആശാപ്രവർത്തകരെ പറ്റിക്കാനാണെന്നും സമരക്കാർ ആരോപിച്ചു. അമൽ തേനംപറമ്പിൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയിരുന്നു. സാധാരണ നമ്മളൊരു ബന്ധു വീട്ടിലേക്ക് പോകുമ്പോൾ പോലും നമ്മൾ വിളിച്ചു ചോദിക്കാറുണ്ട്, നിങ്ങളവിടെ ഉണ്ടോ, ഞാനങ്ങോട്ട് വരികയാണ് എന്ന്. പക്ഷേ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ച നേരത്തെ കൂട്ടി തീരുമാനിച്ച ഒന്നായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പരിപാടിക്കായി ക്യൂബൻ മന്ത്രിമാരെ കാണുന്നതിനാണ് ഡൽഹിയിലേക്ക് പോയത്. അംഗവും കാണാം താളി ഓടിക്കാം എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു യാത്ര എന്നാണോ മനസ്സിലാക്കേണ്ടത്? 40ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും കാണുന്നില്ല. നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടക്കുന്നു. നിരാഹാര സമരം ഇരിക്കുന്ന ബിന്ദുമടക്കമുള്ള ആളുകളെ നമുക്ക് ഇവിടെ കാണുകയും ചെയ്യാം. ഇന്നിപ്പോൾ കൂടുതൽ പിന്തുണയുമായി കൂടുതൽ പേർ എത്തും എന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം സംബന്ധിച്ച വിഷയത്തിൽ ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ച സമയത്ത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ഒരു അപ്പോയിന്റ്മെന്റിന്റെ കാര്യമൊന്നും ആലോചിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ചെന്നതിന് ശേഷം അത്തരം ചില നീക്കങ്ങൾ നടത്തി. അത് പാളിപ്പോയി. ആരോഗ്യമന്ത്രി സമയം നൽകിയില്ല. അതിനാൽ തന്നെ വീണ ജോർജിന് മടങ്ങിപ്പോരേണ്ട അവസ്ഥയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാതെ മടങ്ങിപ്പോരേണ്ടി വന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ ആശാപ്രവർത്തകരുടെ നിരാഹാര സമരവും ഇപ്പോൾ തുടരുകയാണ്. നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെയും തീരുമാനമൊന്നുമില്ല. എത്ര ദിവസം ഇത് വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അത് നമുക്കറിയത്തില്ലല്ലോ. നമ്മളിവിടെ കിടക്കണം. അവര് തീരുമാനിക്കട്ടെ. അവരല്ലേ തീരുമാനിക്കേണ്ടത്. നോക്കാം. ഈ പ്രതീക്ഷ അവർ കുറെ ദിവസം കൊണ്ട് പങ്കുവയ്ക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പറയേണ്ട ആരോഗ്യമന്ത്രിയുടെ കാര്യം ചോദിച്ചുകൊണ്ട് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു കുറിപ്പ് വന്നിട്ടുണ്ട്. അത് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രി വൈകി ഇന്ന് ചില മാധ്യമങ്ങളും ചില മാധ്യമപ്രവർത്തകരും നടത്തിയ ഹീനമായ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് പലരും എന്നോട് പറയുകയുണ്ടായി. മന്ത്രിയുടെ ഡൽഹി യാത്ര ആശമാർക്ക് വേണ്ടിയോ മന്ത്രിയുടെ യാത്ര തട്ടിപ്പോ മന്ത്രിയുടേത് പ്രഹസനമോ ചർച്ചകൾ നടത്തി ചിലർ വല്ലാതെ നിർവൃതി അറിഞ്ഞു. ഇതാണ് മന്ത്രിയുടെ ഫേസ്ബുക്കിലിട്ടിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്. മന്ത്രിയുടെ ഡൽഹി സന്ദർശനം തട്ടിപ്പാണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും ആധികാരികമായി പറയാൻ നമുക്കാകുന്നില്ല. നമ്മൾ അങ്ങനെ ഒരു മാതൃഭൂമി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ എന്നും അറിയില്ല. ഇനി മറ്റു മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അത് കണ്ടാണോ മന്ത്രി ഇത് എഴുതിയതെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 12ാം തീയതി മന്ത്രിസഭയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ കൂടി പങ്കുവെച്ചാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. 12ാം തീയതി എന്ന് പറയുമ്പോൾ കുറെ അധികം ദിവസമായി. അന്ന് സ്പീക്കർ സഭയിൽ കൃത്യമായി തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നു. ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോകുമെന്ന്. അതായത് ഈ ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചത്, ക്യൂബൻ സംഘവുമായുള്ള സന്ദർശനം തീരുമാനിച്ചിട്ട് കുറെ അധികം ദിവസമായി. പക്ഷെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനുള്ള കത്തൊക്കെ നൽകിയിട്ട് അധികം ദിവസമായില്ല. അപ്പോൾ അതിലേക്ക് ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ആശാപ്രവർത്തകരും ഇവിടെ നിരാഹാരം കിടക്കുന്നവരുമൊക്കെ ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച വിഷയത്തിൽ ചില സംശയം പ്രകടിപ്പിക്കുന്നത്. ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു സന്ദർശനം മാത്രമായിരുന്നോ അത്, അല്ലെങ്കിൽ ഇവരെ അങ്ങനെ ഒരു താൻ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദർശനമായിരുന്നു അതെന്നൊക്കെ ആശാപ്രവർത്തകർ സംശയിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. എന്തായാലും മന്ത്രിയുടെ ഭാഗം കൂടി നമ്മൾ പറയുന്നുണ്ട്. അത് പറയാതെ പോകുന്നത് ശരിയല്ലാത്തതിനാൽ തന്നെ മന്ത്രി ഇങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത്. മന്ത്രിയുടെ സന്ദർശനത്തെ മാധ്യമങ്ങളാണ് അതെന്തോ പ്രശ്നമാക്കിയതെന്നുള്ള തരത്തിലാണ് മന്ത്രി അതിനെ കാണുന്നത്. നിലവിൽ എന്തായാലും ഇവരുടെ സമരം തുടരുകയാണ്. ഈ നിരാഹാര സമരം തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു ചർച്ച അങ്ങനെയുള്ള നീക്കം എന്തെങ്കിലും നടന്നിരുന്നോ? നമ്മൾക്കറിയില്ല, ഇതുവരെ നടന്നിട്ടില്ല. നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ഒടുവിൽ ചർച്ച നടത്തിയത് ആരോഗ്യമന്ത്രിയാണല്ലേ? അതെ അതെ. ആ ചർച്ചയിലൊന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ഉപദേശം മാത്രമായിരുന്നു. സമരം നിർത്തിപ്പോകാൻ മാത്രം പറഞ്ഞു വിട്ടത്. ആ ഉപദേശം എന്താണെന്ന് കേൾക്കാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഇല്ല, അങ്ങനെ തീരുമാനിക്കാനാണ് നമ്മൾ അത്രയും ദിവസം ഇവിടെ ഇരിക്കണ്ടായിരുന്നല്ലോ. എനിക്ക് മനസ്സിലാകാത്തത് ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി ഇത് ഇങ്ങനെ എന്തിനാണ് ഇവിടെ ഭരണം സംവിധാനം ഒന്നാകെ ഇതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകാത്തത്. കാരണം വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന, അല്ലെ സർക്കാരിന് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് നമ്മൾ ഉയർത്തിയത്. ഇപ്പോൾ കർണാടകത്തിൽ മെനങ്ങാന്ന് അംഗൻവാടി ജീവനക്കാർ സമരം നടത്തി, അവിടെ ഒരു യൂണിയന്റെ നേതൃത്വത്തിൽ. ഇന്നലെ അതിൻ്റെ യൂണിയൻ നേതാക്കളെ
അവിടുത്തെ ICDS വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ കണ്ടു. എന്നിട്ട് ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് ചർച്ച വെച്ചിരിക്കുകയാണ് അവരെ ഗ്രാറ്റുവിറ്റി സംബന്ധിച്ചുള്ള വിഷയത്തിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 മാസം മുമ്പ് ജനുവരിയിലാണ് അവിടെ ആശാ വർക്കർമാർ സമരം നടത്തിയപ്പോൾ ഇതേപോലെ ഇടപെടലുണ്ടായി. 5-ാമത്തെ ദിവസം ആ വിഷയം മുഖ്യമന്ത്രി സെറ്റിൽ ചെയ്തത്. അങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇവിടെ നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് 10-40 ദിവസം നീട്ടിക്കൊണ്ടുപോയി മൊത്തം ഭരണ സംവിധാനത്തെ ഉപയോഗിച്ച് അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. മന്ത്രി തന്നെ ഇപ്പൊ പറയുന്ന അടുത്ത നിമിഷം അവർക്ക് മാറ്റി പറയേണ്ടി വരുന്നു. അത്തരത്തിലൊക്കെയുള്ള ഇത്രയും വലിയൊരു കോലാഹലങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കേണ്ട എന്ത് കാര്യം ഇവിടെ ഉണ്ടായത്? നിങ്ങൾക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രിയും തൊട്ടപ്പുറേ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, അപ്പുറത്തെ ബിൽഡിംഗിൽ ഇവിടെ നിന്ന് ശബ്ദത്തിലൊന്ന് വിളിച്ചാൽ പോലും കേൾക്കാൻ പരുവത്തിനുള്ള ദൂരത്തിലാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത്. മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തണം, നിങ്ങളുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തണം എന്നുള്ളതാണ് ആവശ്യം. അല്ല, മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തണം ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. മുഖ്യമന്ത്രിയാണ് തീരുമാനം എടുക്കേണ്ടതെങ്കിൽ ബന്ധപ്പെട്ട് ധനവകുപ്പാണ് തീരുമാനം എടുക്കുന്നുണ്ടെന്നെങ്കിൽ ഇവരെല്ലാം കൂടി കൂട്ടിയാലോചിച്ച് നമ്മളെ ഹെൽത്ത് മിനിസ്റ്റർ തന്നെ വിളിച്ചാൽ മതി. നമുക്കൊരു അങ്ങനെ ഹെൽത്ത് മിനിസ്റ്റർ വിളിക്കേണ്ട എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. മറിച്ച് ആലോചിക്കേണ്ട ആളുകളുമായിട്ടെല്ലാം ആലോചിച്ച് അത് സെറ്റിൽ ചെയ്ത് എന്താണ് നമ്മുടെ മുന്നിലേക്ക് ഒരു സെറ്റിൽമെന്റ് ഫോർമുല വെക്കാൻ പറ്റുന്നത്, അതുകൊണ്ടല്ലേ അവർ വരേണ്ടത് ചർച്ചയ്ക്ക്. അതേ ഉള്ളൂ ഞങ്ങളുടെ അഭിപ്രായം. മറിച്ച് ഇത് ഇവർ എന്താണോ ഈ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു യുദ്ധ സമാനമായ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടെ മുൻകൈ എടുത്തുകൊണ്ട്. എന്തിനാണിത്? നമുക്കിത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല. ഇവർ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ നിരാഹാര സമരം ഇരിക്കുന്ന ബിന്ദു അടക്കമുള്ളവരുടെ നമ്മൾ ഈ നിൽക്കുന്നത്. ഏതായാലും ആശാ പ്രവർത്തകർ പ്രതീക്ഷയിലാണ്. നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു. 40 ദിവസമായി അവരുടെ സമരം ആരംഭിച്ചിട്ട് 2 ദിവസമായി. ഇന്നലെ മുതൽ നിരാഹാര സമരവും ആരംഭിച്ചിരിക്കുകയാണ്. അനിശ്ചിതകാലത്തേക്കാണ്. ഇതെപ്പോൾ അവസാനിക്കും എന്നതിൽ യാതൊരു ധാരണയും ഇവർക്കാർക്കും ഇല്ല.